അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തിലുള്ള ഒരു വലിയ വിഷമമായിരുന്നു അദ്ദേഹം എഴുതിയ കിതാബുകളൊക്കെ മരിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത്. അദ്ദേഹം തന്നെ അത് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഇമാം സഖാവി പറയുന്നത് കാണാൻ കഴിയും. ലസ്തു റാദിയൻ അൻ ഷൈഇൻ മിൻ തസാനിഫി, ഞാൻ എഴുതിയതിലൊന്നും എനിക്ക് ഒരു പൂർണ്ണ തൃപ്തി വന്നിട്ടില്ല. ലിഅന്നി അമിൽതുഹാ ഫി ഇബ്തിദാഇൽ അംർ, കാരണം അതൊക്കെ ഞാൻ ഒറ്റ തവണ എഴുതി, തുടക്കത്തിൽ അങ്ങനെ എഴുതി അതങ്ങ് പ്രസിദ്ധീകരിച്ചു, അങ്ങനെ ആയിപ്പോയതാണ്. പിന്നൊന്ന് പരിശോധിക്കാൻ ചില കിതാബുകളല്ലാതെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് ഫതഹുൽ ബാരി, അതുപോലെ തന്നെ അതിൻ്റെ ആമുഖം, അതുപോലെ തന്നെ തഹദീബ്, നമ്മൾ നേരത്തെ പറഞ്ഞ ലിസാനുൽ മിസാൻ, ഇങ്ങനെയുള്ള ചില കിതാബുകളല്ലാതെ ബാക്കിയുള്ള കിതാബുകളൊന്നും ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പ് വരുത്താൻ എനിക്കൊരു സമയം കിട്ടില്ല. എൻ്റെ ഒരു ആയുസ് അത്രോളം ഇല്ല, എത്തിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് അതൊരു വലിയൊരു വിഷമമായി നിലനിന്നിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം പഠിപ്പിച്ച ഉസ്താദുമാർ, നേരത്തെ പറഞ്ഞ ഇറാഖി അടക്കമുള്ള ഹാഫിദുൽ ഇറാഖി, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, ഇവരൊക്കെയും അദ്ദേഹത്തിന് ഏറ്റവും വലിയ വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളതും അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളതും. ശിഷ്യനെക്കുറിച്ച് ഉസ്താദായിരുന്ന ഇമാം സൈനുദ്ദീൻ ഇറാഖി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്ന വാചകങ്ങൾ അത്ഭുതകരമാണ്. ശിഷ്യനെക്കുറിച്ച് ഉസ്താദ് എഴുതാണ് അഷ്ഷെയ്ഖ്, ശിഷ്യനെക്കുറിച്ച് ഉസ്താദ് അഷ്ഷെയ്ഖുൽ ആലിമുൽ കാമിൽ അൽ ഫാദിൽ അൽ മുഹദ്ദിസുൽ മുഫീദുൽ മുജീദ് അൽ ഹാഫിദുൽ മുത്ഖിൻ, ഇതൊക്കെ ഓരോ ദർജകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ, ഒരു ഇമാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇമാം എന്ന് പറയുക. നമ്മളിത് എല്ലാവരും പറയും ഇമാം, ഏത് പണ്ഡിതൻ്റെ പേരിട്ടാൽ ഇമാം എന്ന് പറയും, പക്ഷെ എല്ലാവരെ കുറിച്ച് ഇമാം എന്ന് പറയുക. ഷെയ്ഖ് എന്ന് എല്ലാവരെ കുറിച്ചും പ്രയോഗിക്കില്ല. മുഹദ്ദിസ് എന്നത് ഹദീസിൽ അവഗാഹമുള്ള ആൾക്ക് മുഹദ്ദിസ് എന്ന് പറയുള്ളൂ. അതുപോലെ തന്നെ അൽ ഹാഫിദ്, 1,00,000-ലധികം ഹദീസുകൾ മനഃപ്പാടമാക്കിയ ആൾക്കാണ് ഹാഫിദ് എന്ന് പറയാം, അതായത് ഖുർആൻ ഹിഫ്ളാക്കിയ ആളുകൾക്ക്. അങ്ങനെ ഓരോന്നും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നത് കാണാൻ കഴിയും. ഷിഹാബുദ്ദീൻ അഹ്മദ് അബുൽ ഫളൽ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ആ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. പല പണ്ഡിതന്മാരും പലതരത്തിലുള്ള ഷെയ്ഖുൽ ഇസ്ലാം എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ച പണ്ഡിതന്മാർ ഉണ്ടായിട്ടുണ്ട്. ജമാലുൽ മുഹദ്ദിസീൻ, മുഹദ്ദിസീങ്ങളുടെ സൗന്ദര്യം. ഖാദിൽ ഖുദാത്ത്, ഖാദിമാരുടെ ന്യായാധിപന്മാരുടെ മേലുള്ള ചീഫ് ജസ്റ്റിസ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ച പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോ തരത്തിലും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരും ശിഷ്യന്മാരും സമപ്രായക്കാരും സമശിഷ്യരുമായിട്ടുള്ള ആളുകളൊക്കെയും അദ്ദേഹത്തിൻ്റെ അറിവിലും കഴിവിലും ആർക്കും സംശയമുണ്ടായിരുന്നില്ല. അവരൊക്കെയും അംഗീകരിച്ച ആ കാലത്ത് തന്നെ വളരെ വലിയ സ്ഥാനം പണ്ഡിതന്മാർക്കിടയിൽ നേടിയെടുത്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി. ഹിജ്റ 852 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പുള്ള ആ ഒരു അവസ്ഥയിൽ പോലും അദ്ദേഹം വൈജ്ഞാനികമായ പ്രവർത്തനങ്ങളിൽ, ഈ നേരത്തെ പറഞ്ഞ ഇംലാഇൻ്റെ സദസ്സുകൾ, ഹദീസ് പഠിപ്പിക്കുന്ന സദസ്സിൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ഒരു നടക്കാൻ കഴിയുന്നൊരവസ്ഥ അദ്ദേഹത്തിന് ആരോഗ്യം ഉണ്ടായിരുന്ന കാലത്തോളം അദ്ദേഹം ആ ക്ലാസ് മുടക്കിയിട്ടില്ല. കാരണം യക്തുമു അനിന്നാസി വഅക, എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ തന്നെ ഈ ദീനി പ്രബോധനത്തിൽ നിന്ന്, ആളുകൾക്ക് ഹദീസ് പഠിപ്പിക്കുന്നതിൽ നിന്ന്, എൻ്റെ ഈ രോഗം ആളുകൾ അറിഞ്ഞാൽ പിന്നെ എന്നെ അതിനെ അനുവദിക്കില്ലല്ലോ, ശിഷ്യന്മാർ അറിഞ്ഞാൽ പിന്നെ എന്നെ ഹദീസ് പഠിപ്പിക്കുന്ന അവർക്ക് തന്നെ ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് ചിന്ത വരുമോ എന്ന് പേടിച്ച് അദ്ദേഹം വേദന വന്നാൽ പോലും അത് പുറത്ത് കാണിക്കാതെ ആയിരുന്നു സദസ്സുകളിൽ പങ്കെടുത്തിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ദുൽഹിജ്ജ മാസം 28-ാം തീയതി ഹിജ്റ 852 ഒരു ശനിയാഴ്ച അദ്ദേഹം ഇശാ നിസ്കാരത്തിന് ശേഷം ഒരു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. മിസ്രിലാണ് മരണപ്പെടുന്നത്. മിസ്രിൽ നമ്മൾ നേരത്തെ മുൻകാലത്ത് പല പണ്ഡിതന്മാരും, ഇമാം അഹ്മദിനെ പോലെ, ഇബ്നു തൈമിയെ പോലെ, ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ മരണപ്പെട്ടപ്പോൾ പറഞ്ഞതുപോലെ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് മരണപ്പെട്ടപ്പോഴും അന്ന് എണ്ണിക്കണക്കാക്കാനാകാൻ പറ്റാത്തത്ര ജനം അദ്ദേഹത്തിൻ്റെ ജനാസയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയതാണ്. അതിലെല്ലാവരും ഉണ്ടായിരുന്നു. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഭരണകൂടത്തിന് തന്നെയുള്ള ഖാദി സ്ഥാനം വഹിച്ച ആളായിരുന്നു, മുഫ്തി ആയിരുന്നു, 41 വർഷക്കാലം അവിടുത്തെ കോടതിയിൽ ഫത്വ കൊടുത്തിരുന്ന ആളായിരുന്നു, ഒരുപാട് പണ്ഡിതന്മാരുടെ ഉസ്താദായിരുന്നു. അവിടെ തന്നെയുള്ള പല പ്രധാനപ്പെട്ട പള്ളികളുടെയും ഖത്തീബുമാരും പല നാട്ടിലെയും ഖാദിമാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ ജനാസ നിസ്കരിക്കാൻ എല്ലാവരും വന്നവരാണ്. ആ രാജ്യത്തിലെ സുൽത്താൻ അടക്കം വരികയും ഇമാം ബുൽഖീനി റഹ്മത്തുള്ളാഹി സുൽത്താൻ്റെ അനുമതി പ്രകാരം അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തു എന്നാണ്. സുൽത്താൻ അടക്കം ആ മയ്യത്ത് നിസ്കാരത്തിൽ കെയ്റോയ്ക്ക് പുറത്തുള്ള റുമൈല എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ റമീല എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള മയ്യത്ത് നിസ്കാരം നിർവഹിക്കപ്പെട്ടത്. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഖറാഫ എന്നു പേരുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ഇമാം ഷാഫിഇയൊക്കെ അടക്കം ചെയ്തിരിക്കുന്ന അവരുടെയൊക്കെ ഖബറുള്ള ആ പ്രദേശത്ത്, ആ ഖബർസ്ഥാൻ്റെ അടുത്ത് തന്നെ അദ്ദേഹത്തെ മറമാടുകയും ചെയ്തു. ഹിജ്റ 852 ഒരുപാട് ആളുകൾ, എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത ആളുകൾ, രാജാക്കന്മാരും സുൽത്താൻമാരും അതുപോലെ തന്നെ അന്നത്തെ പ്രധാനപ്പെട്ട ആളുകൾ, ഖാദിമാരും മുഹദ്ദിസീങ്ങളും പ്രധാനപ്പെട്ട ആളുകളൊക്കെയും സാധാരണക്കാരും ഒക്കെ പങ്കെടുത്തൊരു ജനാസയായിരുന്നു. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹിയുടെ ജനാസയ്ക്ക് ശേഷം ഇങ്ങനൊരു ജനാസ കണ്ടിട്ടില്ല എന്നാണ് ചില പണ്ഡിതന്മാരെ കുറിച്ച് രേഖപ്പെടുത്തിയത്.
ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ ജനാസയെക്കുറിച്ച് രേഖപ്പെടുത്തി ഇമാം അഹമ്മദിന്റെ ജനാസയ്ക്ക് ശേഷം ഇങ്ങനൊരു ജനാസ കണ്ടിട്ടില്ല. ഇമാം അഹമ്മദിന്റെ അത്ര ആ ജനാസയിൽ പങ്കെടുത്ത ആളുകൾ പിന്നെ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ കണ്ടത്. അതിനുശേഷം പിന്നെ അത്ര വലിയൊരു ജനാസ ആൾക്കൂട്ടം കണ്ടത് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജനാസയിലായിരുന്നു എന്നും ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും ഇബ്നു ഹജർ അൽ അസ്ഖലാനി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന ഒരൊറ്റ പുസ്തകം 25 വർഷം തൻ്റെ ജീവിതത്തിൽ നിന്ന് ചിലവാക്കുന്നു. തൻ്റെതായ എല്ലാം തിരിച്ചുകൊണ്ട് ഫത്ഹുൽ ബാരി എന്ന് ക്രോഡീകരിക്കുന്നു. നാം നേരത്തെ പറഞ്ഞ പോലെ ഹദീസിൻ്റെ മേഖലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സേവനങ്ങളൊക്കെയും. ഇന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, സ്വഹാബിമാരുടെ വിഷയത്തിലുള്ള ഹദീസുകൾ. ഇന്ന് ഹദീസിൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിക സമൂഹത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന, അവരുടെ അഭിമാനം പോലെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഹദീസിൻ്റെ മേഖല. ബാക്കിയുള്ള പല മേഖലകളും പല സമൂഹങ്ങളിലും അതിന് സമാനമായ വിജ്ഞാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഹദീസിൻ്റെ മേഖലയിലുള്ള വിജ്ഞാനത്തിന് സമാനമായൊരു വിജ്ഞാനം വേറെ കണ്ടെത്താൻ കഴിയും. ലോകത്ത് എത്രയോ ആത്മീയ ആചാര്യന്മാർ, ആൾ ദൈവങ്ങൾ ജീവിച്ചു പോയി ഇന്നും ജീവിക്കുന്ന പല ആളുകളും ഇവരുടെ ആരുടെയെങ്കിലും ചരിത്രം ഇത്ര സൂക്ഷ്മമായി രേഖപ്പെടുത്തപ്പെട്ട് ചരിത്രങ്ങൾ ഉണ്ടാകും. രേഖപ്പെടുത്തപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ രേഖ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് കൈമാറുന്നതിന് പോലും എത്ര സൂക്ഷ്മതയാണെന്നല്ല. ഒരാളുടെ ജീവചരിത്രം ഒരാളെ പറ്റി പഠിച്ച് ചില പണ്ഡിതന്മാരൊക്കെ പറയും, ഒരാൾ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഒരാൾ ആ ഹദീസിൻ്റെ മേഖലയിൽ ഒരാൾ ഒരു കാലെടുത്ത് വെച്ചു, ഒരു ഹദീസ് ഉദ്ധരിച്ചു, ആ ഹദീസിൻ്റെ സനദിലുള്ള പേര് വന്ന പിന്നെ അയാൾ ജീവിതത്തിൽ പെട്ടു എന്ന് നമുക്ക് പറയാം. അയാൾ കുടുങ്ങി ചരിത്രത്തിൽ. പിന്നെ അയാൾ സഞ്ചരിച്ച വഴികൾ, അയാൾ പഠിച്ച ആളുകൾ, അയാൾ പോയ വഴികൾ, അയാൾ ആരെന്നൊക്കെ പഠിച്ചു, എത്ര കാലം പഠിച്ചു, ഏതൊക്കെ ഹദീസുകൾ പഠിച്ചു, ഏതൊക്കെ എഴുതി വെച്ചു, ഏതൊക്കെ പുസ്തകങ്ങൾ അയാളടുത്തുണ്ടായിരുന്നു, അയാളെ കൂടെ ഇരുന്ന് പഠിച്ച ആളുകളായിരുന്നു, ഏതൊക്കെ പട്ടണങ്ങളിലാണ് യാത്ര പോയത്, എത്രാമത്തെ വയസ്സിലാണുള്ള കാഴ്ച നഷ്ടപ്പെട്ടത്, എത്രാമത്തെ വയസ്സിലാണുള്ള ബുദ്ധിശക്തിക്ക് കുറവുണ്ടായത്, ഏത് അവലംബിച്ചാണോ, ഓർമ്മശക്തി അവലംബിച്ചാണോ, അതല്ല പുസ്തകം അവലംബിച്ചാണോ അദ്ദേഹം ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. അയാളുടെ മുഴുവൻ ജീവിതം റെക്കോർഡാണ്. മുമ്പത്തെ ഒരു ക്ലാസ് നമ്മൾ സൂചിപ്പിച്ചല്ലോ, കാഴ്ചപോയി അബ്ദുർ റസാഖിന്റെ കാഴ്ചപോയി ഹിജറ 200-ൽ അദ്ദേഹത്തിന് കാഴ്ച പോയത് രേഖപ്പെടുത്തിയിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ലഹി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീട് കത്തിപ്പോയത് രേഖപ്പെടുത്തിയിരുന്നു. എന്തിൻ്റെ പേരിലാണ്? ഒരു ഹദീസ് ഉദ്ധരിച്ച് ധൈര്യം കാണിച്ചു എന്നതിൻ്റെ പേരിലാണ്. കാരണം റസൂലിൻ്റെ ഹദീസിന്മേൽ തൊട്ട് കളിക്കാൻ, അതിലൊരു വ്യാജം കടത്തുകൂടാൻ ഒരാൾക്കും കഴിയും. ഖലീഫ ഹാറൂൺ റഷീദ് റഹ്മത്തുള്ളാഹിയുടെ മുമ്പിൽ ഒരു സിന്ദീഖിനെ, ഒരു പിഴച്ച കക്ഷിക്കാരനെ കൊണ്ടുവന്ന സംഭവം ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെടുന്നു. ഹാറൂൺ റഷീദിന്റെ മുമ്പിൽ പിഴച്ച കക്ഷിക്കാരനായ ഒരു മനുഷ്യനെ കൊണ്ടു. അപ്പോൾ അയാൾ സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കി നടക്കുന്ന ആളാണ്, ഒരുപാട് ആളുകളെ കുഴപ്പത്തിലാക്കുന്നു. അപ്പോൾ അയാളുടെ വിഷയത്തിൽ കോടതി വിധി പറഞ്ഞു. ഹാറൂൺ റഷീദ് ഖലീഫയുടെ മുമ്പിലാണ്. അപ്പോൾ ഖലീഫാണ് വിധി പറയാം. ഖലീഫ പറഞ്ഞു, ഇയാൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഫിത്നയും ഫസാദും ഇത് കാരണം അയാൾക്ക് വധശിക്ഷ കൊടുക്കാനാണ് ഖലീഫ ഉത്തരവിട്ടു. അപ്പോൾ ഖലീഫ അത് ഉത്തരവിട്ടു. ഈ സിന്ദീഖായ പിഴച്ച കക്ഷിക്കാരൻ ഖലീഫയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ എന്നെ കൊല്ലാൻ തീരുമാനിക്കുന്നത്, എൻ്റെ ജീവൻ നിങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിക്കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും എന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? ഐന അൻത മിൻ അൽഫി ഹദീസിൻ വദഅതുഹാ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ വ്യാജമായി, കള്ളമാണെന്ന് എനിക്കെന്നെ അറിയാം, മനഃപൂർവ്വം വ്യാജമായി ഞാൻ നിർമ്മിച്ച 1000 വ്യാജ ഹദീസുകൾ സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിച്ച ആളുകൾക്കിടയിലുണ്ട്. അന്നത്തെ ഇസ്ലാമിക ലോകത്തെ ഖലീഫയോട് ചോദിക്കുകയാണ്, എന്ത് ചെയ്യാൻ കഴിയും? ഐന അൻത്, നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? സാധാരണ ഖലീഫയെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യത്തിന് മറുപടി ഉണ്ടാവില്ല. ഖലീഫ എന്ത് ചെയ്യാനാ? ഖലീഫ ഒരു ഹദീസ് പണ്ഡിതനൊന്നും ആവണം നിർബന്ധമില്ലല്ലോ. ഖലീഫ എന്ത് ചെയ്യാനാ? ഖലീഫക്ക് വേണമെങ്കിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ, വ്യാജ ഹദീസുകൾ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ കഴിയില്ലല്ലോ. അത് ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചു പോയിണ്ടാവും. മനഃപൂർവ്വം ഇസ്ലാമിക സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ആളുകൾ വ്യാജ ഹദീസുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇറാഖിലെ പ്രദേശങ്ങൾ, പല പ്രദേശങ്ങളൊക്കെ അതിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു. ഇന്ന് വ്യാജ നോട്ടടിക്കുന്ന പോലെ വ്യാജ ഹദീസുകൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളുണ്ടായിരുന്നു. പല ആളുകളും അതിനുവേണ്ടി മാത്രം ജീവിച്ചിരുന്ന ആളുകളുണ്ടായി, കുഴപ്പങ്ങളുണ്ടായി. പക്ഷേ അന്നത്തെ ഇസ്ലാമിക ലോകത്തിൻ്റെ ഖലീഫ ഹാറൂൺ റഷീദിന് ഒരു പതർച്ചയുണ്ടായിരുന്നു. അത് ഇസ്ലാമിക ലോകത്തെ ഹദീസ് എന്ന വിജ്ഞാന ശക്തി ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലെ പിൽക്കാലത്തും അന്നത്തെ കാലത്തും ഒക്കെയുള്ള ആളുകൾ എങ്ങനെയാണ് ഈ ഹദീസിന് ഒരു കൈവെള്ളയിൽ എന്ന പോലെ സംരക്ഷിച്ചു എന്നതിൻ്റെ ഒരൊറ്റ ഉദാഹരണം മാത്രമാണ് സംഭവം. ഖലീഫ ഹാറൂൺ റഷീദ് ഒരു പതർച്ചയുണ്ടായില്ല. ഹാറൂൺ റഷീദ് തിരിച്ചു പറഞ്ഞു, യാ ഹാദ, നീ അങ്ങനെ കിടന്ന് നെളിയാതെ, ഈ വലിയ വാചകം അടിച്ച് നീ അങ്ങനെ പോകാതെ, ഐന അൻത മിൻ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് വഅബി ഇസ്ഹാഖ് അൽ ഫസാരി അല്ലദീ യൻഖലാനിഹാ ഹർഫൻ ഹർഫൻ. നീ കൊണ്ടുവന്ന, നീ വ്യാജമായി നിർമ്മിച്ച ഓരോ ഹദീസിൻ്റെ ഒരൊറ്റ അക്ഷരമായി പിഴുത് അത് മനസ്സിലാക്കാൻ, വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്കും അബു ഇസ്ഹാഖുൽ ഫസാരി, രണ്ടുപേരും വലിയ ഹദീസ് പണ്ഡിതന്മാരാണ്. ഇവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ, ഇവരൊക്കെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ജീവനോടെ ഇരിക്കുമ്പോൾ നീ എങ്ങനെ കിടന്ന് ഞെളിയാതെ എന്നാണ് അയാളോട് മറുപടി പറയാൻ. ആ മറുപടി കഴിഞ്ഞത് എന്തുകൊണ്ടാണ്?
അത്രമാത്രം ആഴത്തിലുള്ള പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹിയെ പോലെ ഈ കഴിഞ്ഞ 2000-ൽ മരണപ്പെട്ടു പോയ വലിയ വലിയ പണ്ഡിതന്മാർ ആധുനിക കാലത്തുമുണ്ട്. വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാർ. ഒരു ഹദീസ് കണ്ടാൽ തന്നെ, ഒരു ഹദീസിൻ്റെ വാചകം കണ്ടാൽ തന്നെ, ഒരു ഹദീസിൻ്റെ വാചകം ജസ്റ്റ് കണ്ടാൽ തന്നെ അതിൻ്റെ കുഴപ്പങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന പണ്ഡിതന്മാർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരു ഹദീസിൻ്റെ സനദ് കേട്ടാൽ, ജാമിയയിൽ പള്ളിയിൽ ഹദീസ് ക്ലാസ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ സനദുകൾ തെറ്റിക്കഴിഞ്ഞാൽ ആ സനദിൽ തെറ്റുന്ന പ്രശ്നങ്ങൾ ഒരു റെഫറൻസും ഇല്ലാതെ ആ തെറ്റുകൾ പറയാൻ കഴിയുന്ന ഉസ്താദുമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഹദീസിന്റെ വാചകം എടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വാചകങ്ങൾ സംസാര ശൈലിയുമായി ഇത് പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്ന് പറയാൻ കഴിയുന്ന ഉസ്താദുമാരെ എൻ്റെ ജീവിതത്തിൽ കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. വാചകം കാരണം നമ്മളൊരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ആ ഫീൽഡ് അത്രത്തോളം അറിവ് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമാണല്ലോ. ഒരു ഹദീസ് ഇങ്ങനെ എടുത്ത് ആ വാചകം വായിച്ചാൽ മതി, അറബി ഇങ്ങനെ വായിച്ചാൽ മതി. ഇത് റസൂൽ പറയാൻ സാധ്യതയില്ല. കാരണം റസൂലിന്റെ സംസാര ശൈലി അതല്ല, റസൂലിന്റെ വാചക ഘടന അതല്ല, റസൂലിന്റെ ഹദീസുകളുടെ രീതി അതല്ല. കാരണം ഹദീസുകളുമായി എത്രത്തോളം ബന്ധമുണ്ടായി കഴിഞ്ഞാൽ അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത് എന്നുള്ള ഒരു വലിയ മേഖലയാണ്. ആ മേഖലയിൽ വലിയ സേവനങ്ങൾ അർപ്പിച്ച ആളാണ് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി. ഇന്നും ഹദീസുകളുടെ മേഖലയിൽ സേവനങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സംഭവം കേൾക്കുന്ന, ഈ ചരിത്രം കേൾക്കുന്ന നമുക്ക് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട മറ്റൊരു സംഗതി. ഈ ഹദീസിന്റെ മേഖലയിൽ സേവനം അവസാനിച്ചിട്ടില്ല. ഇന്നും പല ഹദീസുകളുടെയും തഖ്രീജുകൾ, അതിൻ്റെ സ്വഹീഹ് ദഈഫ് പഠനങ്ങൾക്ക് ബാക്കിയുള്ള ഹദീസുകളുണ്ട്. ഇമാം അഹ്മദിന്റെ മുസ്നദിലെ ഹദീസുകൾ പോലെയുള്ള പല ഹദീസ് ഗ്രന്ഥങ്ങളുടെയും വ്യാഖ്യാനം എഴുതാത്ത ഹദീസുകൾ ഇന്നും ബാക്കിയുണ്ട്. ഈ അടുത്ത് പോലും അങ്ങനെയുള്ള ഹദീസുകൾ മാത്രം തിരഞ്ഞെടുത്ത് പഠനം നടത്തുകയും അതിന് വ്യാഖ്യാനങ്ങൾ എഴുതുകയും ചെയ്ത പല പണ്ഡിതന്മാരും ഈ അടുത്ത് മസ്ജിദുൽ ഹറമിൽ ജീവിച്ചിരുന്ന മുഹമ്മദ് ബിൻ അലി ബിൻ ആദം അൽ അസ്യൂബി എന്ന് പറയുന്ന എത്യോപ്യക്കാരനായ പണ്ഡിതൻ, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം ഇതുപോലെ ഹദീസിന്റെ രംഗത്ത് സേവനങ്ങൾ നിർവഹിച്ച വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹം നിർവഹിച്ച സേവനങ്ങളിൽ ഒന്നായിരുന്നു അങ്ങനെ വ്യാപകമായി വ്യാഖ്യാനങ്ങളില്ലാത്ത ഹദീസുകൾക്ക് വ്യാഖ്യാനങ്ങൾ എഴുതുക, അതിന് ഷറഹ് എഴുതുക. ഇമാം ബുഖാരിക്ക് ഫത്ഹുൽ ബാരി എഴുതിയതുപോലെ അങ്ങനെ വേറെ പല കിതാബുകൾക്കും അദ്ദേഹം അങ്ങനെ ഷറഹുകൾ എഴുതുകയായിരുന്നു. അപ്പം അങ്ങനെ ഇനിയും സേവനങ്ങൾ അർപ്പിക്കുന്ന മേഖലകൾ ഹദീസുകൾ ബാക്കിയുണ്ട്. പുതിയ പുതിയ പഠനങ്ങൾ അതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ആളുകൾ ആഴത്തിൽ അതിനുവേണ്ടി ജീവൻ ത്യജിക്കുന്ന ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള വലിയ പണ്ഡിതന്മാരുടെ ചരിത്രം കേൾക്കുമ്പോൾ വെറുതെ അത് കേട്ടുപോകാതെ അവർ ചെയ്ത സേവനങ്ങൾ കൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സേവനങ്ങൾ നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 25 വർഷവും അതുപോലെ തന്നെ പതിറ്റാണ്ടുകളും ഒക്കെ ജീവിതത്തിൽ അതിനുവേണ്ടി മാറ്റിവെച്ച ആളുകൾ, യത്തീമുകളായി ജനിച്ച് വേറെ പല ആളുകളുടെയും ചെലവിൽ ജീവിക്കുകയും അവരുടെ പിന്തുണയോട് പഠിച്ചു വളരുകയും ചെയ്ത ആളുകൾ, സ്വന്തം ഇത്താത്തമാരും ഉമ്മമാരും ഉപ്പമാരും അതുപോലെ തന്നെ ഉപ്പയുടെ സുഹൃത്തുക്കളും ഒക്കെ വളർത്തി വലുതാക്കിയ ഇസ്ലാമിക ലോകത്തെ വലിയ വലിയ പണ്ഡിതന്മാർ. നമ്മൾ ഇന്ന് പോലും സാധാരണ പറയാറുണ്ട്, ഒരു മനുഷ്യൻ ഇസ്ലാമിക ലോകത്ത് ഒരു കിതാബ് എഴുതി, ഒരു ഖുത്ബ പറഞ്ഞു, ഒരു ക്ലാസ് എടുത്തു, ഏതെങ്കിലും ഒരു ഇസ്ലാമിക സ്ഥാപനം സ്ഥാപിച്ചു, ബുഖാരിയിൽ ഒരു ഹദീസ് ഇല്ലാതെ അയാൾക്ക് കഴിയില്ല. കാരണം അത്രത്തോളം ബുഖാരിയെ നമ്മൾ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസ് ശരിയായി മനസ്സിലാക്കണമെങ്കിൽ ഫത്ഹുൽ ബാരി അവലംബിക്കാതെയും കഴിയും. അപ്പോൾ അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളിൽ തന്നെയുള്ള സേവനം നിർവഹിച്ച ഇവരുടെയൊക്കെ മഹത്വം നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇങ്ങനെ ഇതിൻ്റെ ഒരു വലിപ്പം ബോധ്യപ്പെടുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ദീനിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ത്യാഗങ്ങൾ സഹിക്കാൻ, 25 വർഷമൊന്നും ഇല്ലെങ്കിലും ഒരു 2-2.5 ദിവസമോ അല്ലെങ്കിൽ 2.5 മാസമോ 2.5 വർഷമോ എങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സേവനങ്ങൾ നിർവഹിക്കാൻ, ദീൻ നിലനിർത്തുന്നതിൽ, ഈ ദീൻ വരും തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുന്നതിൽ, കുറ്റമറ്റ രൂപത്തിൽ ശരിയായ അഖീദ പഠിക്കുന്നതിൽ, പഠിപ്പിക്കുന്നതിൽ, പകർന്നു കൊടുക്കുന്നതിൽ, ശരിയായ മൻഹജ് രീതിശാസ്ത്രം, സലഫുകളുടെ സ്വഹാബിമാരുടെ അതേ പാത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീന്റെ വിയർപ്പുകണങ്ങൾക്ക് സാക്ഷിയായ സ്വഹാബിമാരുടെ ആ ജീവിത രീതി, ആ ചര്യകൾ പിൻപറ്റുന്ന അതേ മാർഗത്തിൽ തന്നെ ശരിയായ അഖീദയും ശരിയായ സ്വഭാവ രീതികളും നയനിലപാടുകളും ഒക്കെ പിൻപറ്റുന്ന ആളുകളിൽ അള്ളാഹു നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.